ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ടീ കേക്കിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറിലാണ് ഈ ഒരു ടീ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മാവ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ഷേപ്പിലുള്ള ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദ തൂവി കൊടുത്ത് അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ട് വരണം. ഇപ്പോൾ നമ്മളിവിടെ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ ഇതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ മുട്ട ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടീ കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടീ കേക്കിൽ ഇതുപോലെ ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത ബാച്ച് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ലോ സ്പീഡിലിട്ടിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് മാവിൻ്റെ ടൈറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു പൊടിയും പാലും കൂടി ഒന്ന് ഇതിൽ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതാ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമ്മൾ ടീ കേക്കിന് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്ററല്ല നമ്മൾ ടീ കേക്കിന് വേണ്ടത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടില്ല ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. കാരണം ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ അല്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾ എങ്ങനെയാണോ ബേക്ക് ചെയ്യുന്നത് അതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓവനില്ലാതെ കുക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടോ ഒക്കെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ വെക്കുന്നത്. കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 35 മിനിറ്റ് നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടീ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വയർലാക്കിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടിയിലുള്ള ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമുള്ളൂ കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പാട്, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോവും. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്കാണ്. അപ്പോൾ അത് ചൂടാറി വരട്ടെ.
അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉൾവശമൊക്കെ ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ തിന്നായിട്ടൊന്നും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ശരിക്കും നമ്മൾ ടീ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം അത് കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ അത് ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ബൂസ്റ്റ് പൊടിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്